Good afternoon, all. Good afternoon. Okay. Good afternoon. നമ്മള് ഇന്ന് പറഞ്ഞിരിക്കുന്ന സെമിനാർ ആണ് അല്ലെ? എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. സൈൻ ഇൻ പ്രയർ പറഞ്ഞോ? പ്രയർ പറഞ്ഞോ? There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Okay. So നമ്മള് ഇത് സെമിനാർ പോർഷൻ ആണ്. യൂണിറ്റ് മൊഡ്യൂൾ 5 യൂണിറ്റ് 2 നമ്മൾ സെമിനാർ പറഞ്ഞിരിക്കുന്നത് അല്ലെ? മാം ഫസ്റ്റത്തെ ഞാനായിരുന്നു, സാന്തിറയാണ്. ഞാൻ മോനായിട്ട് ഹോസ്പിറ്റലിലാണ്. അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയോ? ഓക്കേടാ. ഓക്കെ മാം. രണ്ടാമത്തെ പോയിന്റ് ഞാനാണ് പറയുന്നത്. ഇപ്പൊ പറയട്ടെ? പറഞ്ഞോടാ. റെഡി ആണോ? ഓക്കെ ആണോ ആള്? ചെയ്യട്ടെടാ. അതൊന്ന് ഷെയർ ചെയ്യട്ടെ. കണക്ടിങ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ അതല്ലേ? അതെ. ആടാ. ഷെയർ ചെയ്യാണ്. മോനെ ഞാൻ പിൻ ചെയ്യാം. 1 മിനിറ്റ്. നിഹാലിന് പിൻ ചെയ്തിട്ടുണ്ട്. അങ്ങ് പിൻ ചെയ്യട്ടെ തന്നെ. ഓക്കെ. 1 മിനിറ്റ്. സ്റ്റാർട്ട് ചെയ്തോട്ടാടാ. Okay. Good afternoon, ma'am and dear friends. ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 2 കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്. ഇതിലെ രണ്ടാമത്തെ പോയിന്റ് ആണ് കണക്ടിങ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. ആദ്യം തന്നെ നമുക്ക് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നോക്കാം. എന്താണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്? Family school partnership is a collaborative relationship between educators and families that aims to support a child's development and academic success. It involves mutual responsibility, respect, and trust to create a shared environment that enhances learning and well-being, leading to outcomes such as improved social skills, higher academic achievement, and fewer behavioral problems. This partnership extends beyond traditional parent-teacher communication to include families and other community members in a comprehensive approach to education. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു കൊളാബറേറ്റീവ് റിലേഷൻഷിപ്പ് ആണ്.
അതായത് കുടുംബവും സ്കൂളും തമ്മിലുള്ള ഒരു പങ്കാളിത്തമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായിട്ടാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതില് നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി രക്ഷിതാക്കൾക്ക് സജീവമായിട്ട് ഇടപെടാനായിട്ട് സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്. അതില് രണ്ടാമത്തെ ഡയമെൻഷനിൽ രണ്ടാമത്തെ കണക്ടിങ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ബൈ ഫാമിലീസ് ആൻഡ് സ്കൂൾസ് ഓഫ് ദ ഓവർലാപ്പ് ബിറ്റ്വീൻ ദ ഹോം ആൻഡ് സ്കൂൾ സറൗണ്ടിങ്സ്. അതായത് വീടിനും സ്കൂൾ പരിസരത്തിനോടെയുള്ള ബന്ധത്തെക്കുറിച്ച് കുടുംബവും സ്കൂളുകളും മനസ്സിലാക്കാം. അതിന് കുറച്ച് ഏരിയാസ് ഉണ്ട് അതിൽ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിനായി ഇപ്പോൾ ലേണിംഗ് ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ടീച്ചർ ഒരു കുട്ടിക്ക് ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം, ഒരു ഹോംവർക്ക്. അപ്പൊ അത് വീട്ടിലേക്ക് വരുമ്പോൾ പേരൻസ് എന്ത് ചെയ്യും? പേരൻസ് റീഡ് ചെയ്തിട്ട് ഇപ്പോൾ ഹോംവർക്ക് ഉള്ളത് നോക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു റീഡിങ് ഒരു പാരഗ്രാഫ് അങ്ങനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പാരൻസ് എന്ത് ചെയ്യും? അത് ഡയറി നോക്കിയിട്ട് പാരൻസ് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കും. ഹോംവർക്കുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ലെസൺസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന ലെസൺ കംപ്ലീറ്റ് ആയി എന്നത് പുതിയത് തുടങ്ങി എന്നൊക്കെ നമുക്ക് ഡയറി കൂടെ അറിയാൻ സാധിക്കും. അതിലൂടെ ഒരു പാരൻസ് ടീച്ചർ കണക്ഷനും ഉണ്ടാവാണ്. അതുപോലെ തന്നെ വേറെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിഹേവിയർ, വാല്യൂസ് ആൻഡ് ബിഹേവിയർ പറയുകയാണെങ്കിൽ ഫാമിലി ഫസ്റ്റ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത്, കുട്ടികളുടെ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫാമിലി വരുന്ന കാര്യം ഇപ്പൊ കുറച്ച് മാനേഴ്സ്, പൊളൈറ്റ് മാനേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നതൊക്കെ വീട്ടിൽ നിന്നാണ് അതിന്റെ ബേസിക് ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ കുട്ടികൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോ ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചാൽ ആരെങ്കിലും തന്നാൽ താങ്ക് യു പറയാൻ പഠിപ്പിക്കുക. അതുപോലെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പ്ലീസ്, അങ്ങനെയൊക്കെ ഒരു പൊളൈറ്റ് മാനേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാം. സ്കൂളിലേക്ക് വരുമ്പോഴാണ് സ്കൂളിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, ആ ഒരു പെരുമാറ്റച്ചട്ടം, അതിനനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട്. അത് കുട്ടികൾ അത് ഫോളോ ചെയ്യുന്നു, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് ഒരു ഹെൽത്തി ഹാബിറ്റ് ആണ്. ഹെൽത്തി ഹാബിറ്റിൽ വരുന്നത് ഫാമിലി എൻഷുർ ദ ചൈൽഡ് ഈറ്റ്സ് ബാലൻസ്ഡ് മീറ്റ്സ് ആൻഡ് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. അതായത് ഫാമിലി ഒരു ഉറപ്പുവരുത്തണം കുട്ടികൾക്ക് നല്ല ഹെൽത്തി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് അത് നല്ല രീതിയിലുള്ള അവരുടെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റിനാണ് അത് സഹായിക്കും. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. നേരത്തെ കിടത്തി ഉറക്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കാനൊക്കെ കുട്ടികളെ ശീലിപ്പിക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് രാവിലത്തെ ഫുഡ് എന്തായാലും മറക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെയ്യരുതെന്ന് പറയാറുണ്ട്. അന്നത്തെ ഫുൾ ഡേ എനർജറ്റിക് ആവാൻ അവരെ സഹായിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കാം. അതുപോലത്തെ നല്ല ഹെൽത്ത് റിച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അതുവഴി അവർ ക്ലാസ്സിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാനും ഒരു ക്ഷീണം, അലസത, ഉറക്കമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനും ഹെൽത്തി ആയിരിക്കാനൊക്കെ സഹായിക്കുന്നു. സ്കൂളിലേക്ക് വരുമ്പോഴാണെങ്കിൽ സ്കൂളിൽ അങ്ങനത്തെ ന്യൂട്രീഷ്യസ് കുറിച്ചുള്ള ഹെൽത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ അതിന് ഹെൽത്തി മീലൊക്കെ ചില സ്കൂളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികളുടെ അവെയർ ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി ഇപ്പൊ പ്രോബ്ലം സോൾവിങ് അടുത്തായിട്ട് വരുന്ന ഈ ഓവർലാപ്പിൽ വരുന്നതാണ് അടുത്തത് പ്രോബ്ലം സോൾവിങ്. അതിലിപ്പോ ഒരു കുട്ടിക്കൊരു മാത്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്, ഒരു ക്ലിയർ അത് മനസ്സിലാകാതെ വരികയാണെങ്കിൽ അത് പേരൻസും കൂടി ഹെൽപ്പ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് പേരൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കൗണ്ടിങ് ഒക്കെ തെറ്റിയിട്ട് അറിയാത്ത കുട്ടികളൊക്കെ ആകുമ്പോൾ കറക്റ്റ് ആവാന്നില്ലെങ്കിൽ ഒരു സ്റ്റോറി പോലെയോ അല്ലെങ്കിൽ ഒരു പാട്ട് പോലെയോ കുട്ടിക്ക് എളുപ്പം മനസ്സിലാക്കുന്ന പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ മോണ്ടിസോറി മെറ്റീരിയലിൽ പറയുകയാണെങ്കിൽ അതിനുള്ള ബീഡ്സ് ടയർ, പിങ്ക് ടവർ, അങ്ങനെ ഓരോ മെറ്റീരിയൽ ഉണ്ട്, നമ്പർ കാർഡ്സ്, അതൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ കുട്ടികൾക്ക് അത് പെട്ടെന്ന്
ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പറയാനാണ്, ഇത് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണിത്. ഇത് ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയുന്നുള്ളൂ. അടുത്തതാണ് the connection between successful partnership and the child's learning, including the importance of expectation from both teachers and parents to the child's success at school. അതായത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെ ഒക്കെ ഒരു വിജയകരമായ ഒരു പങ്കാളിത്തം, ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിരിക്കണം. കുട്ടികളുടെ പഠനം, അതിന് തമ്മിലുള്ള ബന്ധം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ മാതാപിതാക്കളും ടീച്ചേഴ്സും കുറച്ച് കുട്ടികളുടെ പഠന ഉന്നമനത്തിനായി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാണ് ഓവറോൾ ഡെവലപ്മെന്റ്. അതായത് പാരന്റ്സും ടീച്ചറും ഒരുമിച്ച് പ്രവർത്തിച്ചാലാണ് കുട്ടികൾക്ക് നല്ല അക്കാദമികമായിട്ട്, സാമൂഹികപരമായിട്ടൊക്കെ, വൈകാരികപരമായിട്ടൊക്കെ ഒരു പിന്തുണ അവർക്ക് വേണം. അത് പാരന്റ്സും ടീച്ചേഴ്സും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ ഇത് നടക്കുള്ളൂ. അതായത് അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു സപ്പോർട്ട് പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാലും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്തതാണ് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൊരു ഒരു പതിവായിട്ടുള്ള ഒരു ആശയവിനിമയം കുട്ടിയുടെ കാര്യത്തിൽ വേണം. അതായത് ടീച്ചേഴ്സിനായിട്ടും പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് സ്കൂളിലെയും വീട്ടിലെയും കാര്യങ്ങൾ ഇരു കൂട്ടർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ആകുമ്പോ ടീച്ചർക്ക് ഒരു കുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പഠിപ്പിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവന്റെ അന്തരീക്ഷം, അവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിലൂടെ അത് സാധിക്കുള്ളൂ. അതുപോലെ പാരന്റ്സിനും ടീച്ചേഴ്സിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പാരന്റ്സിന് കുട്ടികൾക്ക് എന്താണ് പഠന വൈകല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സായിട്ട് ഷെയർ ചെയ്യുക. ഈ കുട്ടിക്ക് ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താലേ ടീച്ചർക്ക് അതിനനുസരിച്ച് കുട്ടിയെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇനി അടുത്തതാണ്, അപ്പൊ ഇത് കുട്ടിയുടെ പഠന വെല്ലുവിളി. മോനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന പോയിന്റ് മോൻ സമർപ്പിച്ച ചെയ്ത നോട്ടാണോ? എന്താ മിസ്? മോൻ പ്രിപ്പയർ ചെയ്ത നോട്ടാണ് ഈ സെമിനാറിന് വേണ്ടിട്ട് അല്ലേ? അതെ അതെ. ഓക്കെ കണ്ടിന്യൂ ചെയ്തോ. ഇനി അടുത്തതാണ് ഹൈ എക്സ്പെക്ടേഷൻ. നമുക്കൊരു ഉയർന്ന പ്രതീക്ഷ. അതായത് മാതാപിതാക്കളും കുട്ടികളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളിൽ ഒരു ഉയർന്ന പ്രതീക്ഷ നമ്മ വെക്കണം. നമ്മൾ അറിയില്ല, ഇപ്പൊ ഇവനിലാണ് എന്റെ പ്രതീക്ഷ എന്നൊക്കെ നമ്മ മാതാപിതാക്കൾ പറയാറുണ്ട്. ടീച്ചർമാര് പറയും, ഈ കുട്ടിയിലാണ് പ്രതീക്ഷ, ഈ കുട്ടി നല്ല രീതിയിൽ ഇപ്പൊ സച്ചിയുടെ കാര്യം പറയും, ഫുൾ A+ ജയിക്കുന്നൊക്കെ ഉള്ള പ്രതീക്ഷ ഓരോ ടീച്ചേഴ്സിനും ഓരോ കുട്ടികളിൽ പ്രതീക്ഷ ഉണ്ടാവും. അതുപോലെ എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികളിൽ പ്രതീക്ഷ ഉണ്ടാവും. ഇതിന് അക്കാദമികപരമായി ഉയർന്ന നിലവാരം പുലർത്താൻ അവര് അക്കാദമികപരമായിട്ട് ഉയർന്ന നിലവാരം പുലർത്തുക എന്ന് പ്രതീക്ഷിക്കുക. അതിനനുസരിച്ച് അവർക്ക് ഒരു പ്രോത്സാഹനവും പിന്തുണ നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും കുട്ടികൾക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള എല്ലാ ഇതും ചെയ്തു കൊടുക്കണം, എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തതാണ് പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് പഠനാന്തരീക്ഷം, നല്ലൊരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കലാണ്. അത് വീട്ടിലായാലും സ്കൂളിലായാലും ഒരുപോലെ നല്ലൊരു അന്തരീക്ഷം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന വഴി അവരുടെ പഠിക്കാനുള്ള ഒരു താല്പര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കണം. അപ്പൊ അടുത്തതാണ് പറയുന്നത് ബിഹേവിയർ ബെനിഫിറ്റ്സ്. ഇതിൽ പറയുന്നത് മാതാപിതാക്കളും അധ്യാപകരും ഒരേ നിലപാടിൽ നിൽക്കുമ്പോൾ കുട്ടികളുടെ പെരുമാറ്റം മെച്ചപ്പെടാൻ വേണ്ടി അവർക്ക് കൂടുതൽ അച്ചടക്കം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കളും അധ്യാപകരും ഒരുപോലെ അതിനുവേണ്ടി പ്രയത്നിക്കണം. എന്നാലേ നമ്മുടെ ഒരു ഗോള് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് കുട്ടികളുടെ മികച്ച ഭാവിക്കായിട്ട് മാതാപിതാക്കളും അധ്യാപകരും ഒരുമിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചാല് ആ ഗോള് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, ഫാമിലീസ് ആൻഡ് സ്കൂൾസ് വർക്കിംഗ് ടുഗദർ ടു ക്രിയേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ലേണിംഗ് ഇൻ ഈച്ച് ചൈൽഡ്.
ഇതിൽ പറയുന്നത് ഫാമിലിയും സ്കൂളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വഴി ഓരോ കുട്ടികളിലും പഠനത്തോടുള്ള ഒരു പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ്. അതായത് കുട്ടികൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് മാത്രമല്ല, പഠിക്കാനുള്ള സപ്പോർട്ടും ഒരു മെന്റൽ സപ്പോർട്ടും കൂടി കുട്ടികൾക്ക് കൊടുക്കണം. അത് ഫാമിലിയും സ്കൂളും ഒരു സംയോജിച്ച് പ്രവർത്തിച്ചാലേ ഇത് നടക്കുള്ളൂ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വീടും സ്കൂളും രണ്ട് പ്രധാനപ്പെട്ട കണ്ണികളാണ്. ഈ രണ്ട് സംവിധാനങ്ങളും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിൽ കൂടെ പ്രവർത്തിച്ചാലേ അത് കുട്ടികളിൽ പഠിക്കാനുള്ള ഒരു ആത്മവിശ്വാസം, അവർക്ക് താല്പര്യമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു കുട്ടി ഒരു വിഷയത്തിൽ ഇപ്പൊ മാർക്ക് കുറഞ്ഞ കുട്ടിയാണെങ്കിൽ ആ കുട്ടീനോട് ദേഷ്യപ്പെടുകയോ അങ്ങനെ ചെയ്യാതെ ഈ ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും ഇനി അടുത്തതിൽ നമുക്ക് ശ്രമിക്കാം, അടുത്തതിൽ നന്നായിട്ട് പരിശ്രമിച്ചാൽ മതി, ഇതിപ്പോ പോട്ടെ വിട്ടുകളായി, ഇനി അങ്ങനെ നല്ല രീതിയിലുള്ള മെന്റൽ സപ്പോർട്ട് കൊടുക്കണം. അല്ലാതെ അവരെ വഴക്ക് പറഞ്ഞ് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രവർത്തികളൊന്നും ചെയ്യരുത്. ഇനി അടുത്തത് പറയുന്നതാണ് സ്കൂളിലെ അന്തരീക്ഷം. ഇത് സ്കൂളില് അധ്യാപകര് കുട്ടികളുടെ കഴിവുകളൊക്കെ ചില അധ്യാപകർ കണ്ടെത്താറുണ്ട്. അപ്പൊ കുട്ടികൾ പറയാറുണ്ട്, എന്റെ ടീച്ചറാണ് എന്റെ ഈ കഴിവ് കണ്ടെത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ? അങ്ങനെ പറയാറുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? അതെ. അപ്പൊ സ്കൂളില് അധ്യാപകർ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയാൻ അവർക്ക് വെല്ലുവിളികൾ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുക. എന്താ ഒരു ചോദിക്കട്ടെ, നമ്മള് ഈ കുട്ടികളിലാണ് പ്രതീക്ഷ എന്ന് പറയുമ്പം അത് അവർക്ക് ഓവർ എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പം അങ്ങനെ വരണേ? ക്ലിയർ ആയില്ല, എന്താ? അത് നമ്മളെ കുട്ടികളിലാണ് പ്രതീക്ഷ, ഈ കുട്ടിയാണ് പ്രതീക്ഷ എന്ന് പറയുമ്പോ ആ കുട്ടിക്ക് അതിന്റെ ഫോക്കസ് കൂടുതൽ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അത് സാഡ് ആയിട്ട് എഫക്ട് ചെയ്യും എന്നുള്ളത് മീനിങ് ഉദ്ദേശിച്ചറിയിച്ച കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? കുട്ടിയിലാണ് എന്റെ പ്രതീക്ഷ എല്ലാരും കൂടി ഈ കുട്ടിയിൽ ഇങ്ങനെ ഫോക്കസ്. അല്ലടാ, ആ ഉദ്ദേശം എന്താണെന്നറിയാവോ? നമ്മുടെ കുട്ടീനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ പാരന്റ്സിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ കണക്റ്റിംഗ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ മനസ്സിലാക്കും. കാരണം ഇപ്പൊ ടീച്ചേഴ്സ് എന്താണ്, ഇപ്പൊ കുട്ടി ഇത്തിരി വീക്ക് ആണെങ്കിൽ പാരന്റ്സിനോട് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുട്ടി ഇത്തിരി വീക്ക് ആണ് കേട്ടോ, ഇതായിരിക്കും ലെവല്, നമ്മൾ ഈ ഒരു കുറച്ചും കൂടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളുടെയും കൂടി സപ്പോർട്ട്, പാരന്റ്സിന്റെയും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിച്ചത് നിഹാൽ. അതെ, അങ്ങനെയാണ് അല്ലെ? ഓവർ എക്സ്പെക്ടേഷൻ കൊടുക്കാന്നല്ല, നമുക്കൊരു ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ട്. അമിതാത്മവിശ്വാസം കെടുത്തിട്ട് അവരുടെ ഉള്ള കോൺഫിഡൻസ് നശിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് പ്രതീക്ഷകൾ കൊടുക്കാനല്ല, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമുക്കൊരു നേരത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ, ഈ ഒരു ലെവൽ ആയിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ല. പാരന്റ്സിനോട് ഏകദേശം ആ ഒരു കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എപ്പോഴും. കണ്ടിന്യൂ ചെയ്തോടാം. ഇതുപോലെ സ്കൂളിലാണെങ്കിലും കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ വെല്ലുവിളികളൊക്കെ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നൽകാൻ ടീച്ചേഴ്സിന് കഴിയും. അതുപോലെ തന്നെ പഠനം പഠിപ്പിക്കുന്നത് വളരെ രസകരമായിട്ടും നല്ല ആകർഷകമായിട്ടും ഒക്കെ അധ്യാപകർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ക്യാച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇങ്ങനെ പറഞ്ഞു പോയല്ലാണ്ട് കുറച്ചുകൂടെ ഉദാഹരണത്തിലൂടെ ഒരു കഥകളിലൂടെ ഒക്കെ പറഞ്ഞും മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ മൈൻഡിൽ അത് നിൽക്കുകയും ചെയ്യും. അപ്പൊ അതുവഴി കുട്ടികൾക്ക് അവരുടെ കഴിവുകളിൽ ഒരു വിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിൽ പറയുന്നത് തന്നെയാണ് വേറെ കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച്. പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ കൃത്യമായ ഒരു ആശയവിനിമയം നടക്കുന്നത് വഴി കുട്ടികളുടെ പുരോഗതി മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളുടെ അക്കാദമിക് നിലവാരം എങ്ങനെ പ്രോഗ്രസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ് എന്നൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് അവർക്ക് വ്യക്തിഗതമായിട്ട് അത് ഇൻഡിവിജ്വലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഇനി അടുത്തതാണ് ഒരേ ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുക. അതായത് വീട്ടിലും സ്കൂളിൽ നമ്മൾ ഒരേ ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുക. അത് കുട്ടികൾക്ക് ഒരു സ്ഥിരത നൽകുകയാണ്. ഇതിന്റെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പാരന്റ്സും ടീച്ചേഴ്സും നമ്മളൊരു കണക്ഷനാണ്. അതുവഴി കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ സ്കൂളിൽ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ വീട്ടില് ഒരു സഹായം ലഭിക്കുന്നത്, അതായത് അത് പഠനം എളുപ്പമാക്കുക. വീട്ടിലിപ്പോ ടീച്ചേഴ്സ് പറയാണ് ഹെൽത്തി ഹാബിറ്റിനെ കുറിച്ച് പഠിപ്പിച്ചു. അപ്പോ ടീച്ചേഴ്സ് പറയാൻ ഹെൽത്തി ഹാബിറ്റിന്റെ ചാർട്ട് തയ്യാറാക്കാം. അപ്പൊ ഹെൽത്തി ഹാബിറ്റിന്റെ ചാർട്ട് തയ്യാറാക്കാൻ കുട്ടി വീട്ടിൽ പറയുമ്പോൾ നമുക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. ചാർട്ട് വാങ്ങിച്ചു കൊടുക്കുക, അതിനുള്ള പിക്ചേഴ്സ് ഇതാക്കി കട്ട് ചെയ്യാൻ പേസ്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് സഹായിക്കാം.
അപ്പം പാരൻസും ടീച്ചേഴ്സും കുട്ടിയും തമ്മിലുള്ള കണക്ഷൻ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അവർക്കുള്ള അപ്പൊ പേരൻസും കൂടെ ഇൻവോൾവ് ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം കൂടാണ്, പഠനത്തോടുള്ള ഒരു താല്പര്യം കൂടാണ് ഒക്കെ ചെയ്യാണ്. അപ്പൊ ഇത് അവരുടെ കുട്ടിയുടെ അക്കാദമിക് പ്രകടനം മെച്ചപ്പെടുത്താൻ ഇതുവഴി സാധിക്കുകയാണ്. ഇനി അടുത്തതാണ് പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ. അത് കുടുംബത്തിന്റെ പിന്തുണ എപ്പോൾ കുട്ടികളുടെ പെരുമാറ്റത്തിലും അത് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടെ ഉത്തരവാദിത്തം അവർക്ക് വരികയാണ്. കുറച്ചുകൂടെ അച്ചടക്ക പ്രശ്നങ്ങളൊക്കെ കുറയുകയാണ് ചെയ്യണത്. അവിടെ കുറച്ചും കൂടെ ഡിസിപ്ലിൻ ഉണ്ടാവും. കുട്ടി പെരുമാറുന്നതും മുതിർന്നവരോടും പാരന്റ്സിനോടും ടീച്ചേഴ്സിനോടൊക്കെ പെരുമാറുന്നതിലും വ്യത്യാസം കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാല് വീടും സ്കൂളും തമ്മിൽ ഒരു ശക്തമായ ബന്ധം, സ്ട്രോങ് കണക്ഷൻ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ആവശ്യമാണ്. ഈ സഹകരണം ഓരോ കുട്ടികളുടെ പഠനത്തെ പോസിറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ 4ാമത്തെ പോയിന്റ്, എൻഷുറിംഗ് ഫാമിലീസ് ആർ ഇൻഫോംഡ് അബൌട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ ചൈൽഡ്സ് പ്രോഗ്രസ്. അത് പാരന്റ്സിന് കുട്ടികളുടെ പുരോഗതിയെ കുറിച്ച് അറിവും ഒരു ധാരണയും ഉറപ്പാക്കുക. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും വളർച്ചയിലും മാതാപിതാക്കൾക്ക് വളരെ വലിയ പങ്കാണുള്ളത്. കുട്ടികളുടെ പഠനത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായും വ്യക്തമായിട്ട് ടീച്ചേഴ്സ് ഫാമിലീസിനെ അറിയിക്കണം. അവർക്കത് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അതായത് ചില പാരന്റ്സിന് അത്രയധികം വിദ്യാഭ്യാസം ഉണ്ടാവില്ല, ഇംഗ്ലീഷ് പരിജ്ഞാനമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ലളിതമായ ഭാഷയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ സഹായിക്കണം ടീച്ചേഴ്സ്. അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ. സ്കൂളിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് കുട്ടിയുടെ പുരോഗതി, അത് പ്രോഗ്രസ് വിവരങ്ങൾ മാതാപിതാക്കൾക്ക് കൃത്യമായി ഇടവേളകളിൽ ലഭ്യമാക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും PTA മീറ്റിങ്ങിനൊക്കെ ഉള്ളതല്ലേ? എല്ലാവരും പോവാറുണ്ടോ? ആരും പോവാറില്ലേ? എന്തിനാ PTA മീറ്റിംഗ് വെക്കുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം? ഒന്നുകിൽ സ്കൂളിലെ കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസ് പറയാനാണ് പൊതുവെ പാരന്റ്സ് മീറ്റിംഗ് സ്കൂളിൽ വെക്കുന്നത്. അതെ. അത് PTA മീറ്റിംഗ് വെക്കുന്നത് കുട്ടികളുടെ അക്കാദമിക് പെർഫോമൻസ് കൂടുതലും വിലയിരുത്താനും പിന്നെ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ, എന്തൊക്കെ സജഷൻസ് പാരന്റ്സിനുണ്ട്, എന്തൊക്കെ ഡ്രോബാക്സ് പോരായ്മകളുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് പാരന്റ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് അവരും കൂടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവരും കൂടെ സജഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ അക്കാദമിക് കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഒക്കെ അറിയാൻ വേണ്ടിയാണ് ഈ PTA മീറ്റിംഗ് വെക്കുന്നത്. അപ്പൊ അതിലൂടെയൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് എൻഷുറിംഗ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുക. ഇപ്പൊ നൽകുന്ന വിവരങ്ങൾ മാതാപിതാക്കൾക്ക് നേരത്തെ പറഞ്ഞ വിട്ട് പൂർണ്ണമായി മനസ്സിലാക്കുന്നത് അത് അക്കാദമിക് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ തുറന്ന ഓപ്പൺ ഡയലോഗ്, അതായത് തുറന്ന സംവാദ സാഹചര്യം. മാതാപിതാക്കൾക്ക് തങ്ങളുടെ സംശയം, അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ തങ്ങളുടെ സംശയങ്ങള്, ആശങ്കകള് അതൊക്കെ അധ്യാപകരുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കും. അതുവഴി പാരന്റ്സ് ടീച്ചേഴ്സ് തമ്മിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, നല്ലൊരു കണക്ഷൻ ഉണ്ടാവുകയാണ്. ഇത് കുട്ടിയുടെ ലേണിങ്ങിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊളാബറേറ്റീവ് എഫേർട്ട്, ഒരുമിച്ച് പ്രവർത്തിക്കുക. കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ടീച്ചേഴ്സും പാരന്റ്സും ഒരുമിച്ച് പ്രവർത്തിക്കുക. അപ്പൊ അവരുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും പാരന്റ്സിന്റെയും സ്കൂളിന്റെയും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇത് പ്രേരിപ്പിക്കുന്നു. ഇത് കുട്ടിയുടെ സമഗ്ര വികസനത്തിന് ഇത് ആവശ്യമാണ്. ഇനി പറയുന്നതാണ് അടുത്ത പോയിന്റ് ആണ്, ഫാമിലീസ് ആൻഡ് സ്കൂൾസ് valuing and using the skills and knowledge children bring both from the home to the school and from the school to the home. അതായത് ഫാമിലിയും സ്കൂളും, അതായത് കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും കൊണ്ടുവരുന്ന അറിവുകളും കഴിവുകളും അത് ഉപയോഗിക്കുകയും വിലമതിക്കുകയും ചെയ്യുക. അതിപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കാനാണ് കുട്ടികളൊക്കെ എൽഡേഴ്സിനെ ബഹുമാനിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ടീച്ചേഴ്സ് പറയുന്നത് മനസ്സിലാക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യം നമ്മൾ വീട്ടിൽ തന്നെ ഓരോ കാര്യങ്ങളും ക്ലാസ്സിൽ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ
കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ വീട്ടിലും പ്രയോഗിക്കും. അതായത് സ്കൂളിൽ ഇപ്പോൾ ഗ്രൂപ്പ് വർക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പായിട്ട് വീട്ടുകാരായിട്ട് ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ചെയ്യും. ഇത് അവിടെ ഇതുവഴി കോപ്പറേഷൻ ഇതുവഴി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും എക്സ്പെരിമെന്റ് സ്കൂളിൽ ചെയ്യാൻ പറഞ്ഞാൽ അത് സ്കൂളിൽ ചെയ്ത് നോക്കിയാൽ അത് വീട്ടിൽ വന്ന് ചെയ്തു നോക്കാം. അതും ഒരു തരം ഇതാണ് ഇതിൽ പോയിന്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇനി അടുത്ത പോയിന്റാണ് ഫാമിലീസ് ആൻഡ് സ്കൂൾസ് ഐഡന്റിഫൈയിങ് ആൻഡ് യൂസിങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഹോം എൻവയോൺമെന്റ്. അതായത് കുടുംബങ്ങളും സ്കൂളും വീട്ടിലെ അന്തരീക്ഷത്തിൽ പഠനാവസരങ്ങൾ തിരിച്ചറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുക. അത് ഈ പറയുന്നത് കുട്ടികൾക്ക് വീട്ടിലൊരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് അതിനനുസരിച്ചുള്ള കുട്ടികൾക്ക് പഠിക്കാനോ വായിക്കാനുള്ള അങ്ങനത്തെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബുക്ക് എന്താ നിഹാലേ ഓ കാര്യം ചോദിച്ചോട്ടെ? ഓ ഓക്കേടാ, മോനിക്ക് പറഞ്ഞോണ്ട് മുകളിലല്ലേ മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ തന്നെയല്ലേ മോൻ പറയുന്നത്? അതെ, കണക്റ്റിംഗിലാണ്. പേജ് നമ്പർ പറഞ്ഞേ 133. ഇപ്പൊ 34 6th പോയിന്റ്. 6th പോയിന്റ്. ശരിക്കും സെമിനാർ തന്ന പോയിന്റ് എന്ന് പറയുന്നത് പേജ് നമ്പർ 140 ആണ്. 140. 140 എടുക്ക്, പേജ് നമ്പർ എടുക്ക് 140. അതിൽ ബോക്സുകൾ കാണുന്നുണ്ടോ? ഓക്കെ, അതായിരുന്നു സെമിനാർ. ഞാൻ കുറച്ചു നേരമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ടീച്ചർ ബി കണക്റ്റിംഗ് ലേണിംഗ് ആയിട്ട് ഹോം ആൻഡ് സ്കൂൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ പോയിന്റ് ആണ് ഞാൻ ഇവിടെ സാബിറാക്കല്ലേ ഈ ഡയമെൻഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചു സാബിറാക്ക് ആയിരിക്കും. ഓക്കെ, ബാക്കി എല്ലാവരോ അത് കഴിഞ്ഞിട്ട് സെമിനാർ തന്നവരോ? മോൻ കഴിഞ്ഞിട്ട് സൽമ അല്ലേ മോൻ? സൽമ. ആദിത്യ ഉണ്ടോ? നെക്സ്റ്റ് പോയിന്റ് ആണോ? ഇതാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഓക്കെ, അപ്പം ജസ്റ്റ് ഇത് റീഡ് ചെയ്താൽ മതി. ടൈം 50 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അധികം ഒരുപാട് ടൈം പാടില്ല. നിഹാല് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യോ ഈ പോയിന്റ് ഞാൻ പറഞ്ഞത്? 140 ആണ് മോന്റെ പേജ് നമ്പർ 140 ആണ്. ജസ്റ്റ് പോയിന്റ് റീഡ് ചെയ്ത് മീനിങ് പറയാന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ ആണോ? ഓക്കേടാ, അത് ഞാൻ ടൈം തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പോർഷൻ എടുക്കേണ്ട ടൈമും പോകും. ഈ സെമിനാറിന്റെ പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അതും പ്രശ്നമാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഈ ആഷ്മി മോൻ ഏതാ പ്രിപ്പയർ ചെയ്തിരിക്കുന്നേ? Recognizing the role of family, ma'am. പേജ് നമ്പർ 142. ഓക്കെ, അപ്പൊ ആൾക്ക് മാത്രം മാറിയിരിക്കുന്നതാണ്. ആദ്യത്തെ കണ്ടിന്യൂ ചെയ്തോട്ടാടാ. മാം അത് ബാക്കിയുള്ള പോയിന്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മെയിൻ ഹെഡ് ലിങ്കിക്ക് വരുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല, പക്ഷെ സ്പീഡപ്പ് ആയിരിക്കണം. അധികം ടൈം എടുക്കാൻ പറ്റിയ 15 മിനിറ്റ്സേ ഉള്ളൂ സെമിനാർ. ഓക്കെ, ആദിത്യ കണ്ടിന്യൂ ചെയ്തോടാ. മോന്റെ പോയിന്റ് എടുത്തോട്ടാ. നിഹാലെ ടൈം ഇല്ലാത്തോണ്ടാണ് ടാടാ. എന്തായാലും പ്രിപ്പയർ ആയിരിക്കില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മോൻ എന്തായാലും ടൈം തരാട്ടോ. ഓക്കെ. ആദ്യത്തെ കണ്ടിന്യൂ ചെയ്തോട്ടെ. ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? എന്താണ് ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ട്. കുറച്ചുകൂടി വോയിസ് കൂട്ടി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ. ഗുഡ് മോർണിംഗ്, സോറി, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എടുക്കുന്നത് കീ ഡയമെൻഷൻ ഓഫ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ 3rd പോയിന്റ്, ബിൽഡിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റിയുടെ സ്ട്രാറ്റജി. ഓക്കെ, 3rd പോയിന്റ് ആയിട്ടുള്ള ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റിയുടെ സജസ്റ്റഡ് സ്ട്രാറ്റജീസ് ആണ്. എ ഫാമിലി school action team can plan events and activities that bring parents, teachers, and community members together. This helps create a friendly and supportive environment, making everyone feel connected and involved in the school community. ഒരു ഫാമിലി സ്കൂൾ ആക്ഷൻ ടീമിന്
പേരൻസിനെയും ടീച്ചേഴ്സിനെയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും ഇവന്റ്സും ഒക്കെ പ്ലാൻ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഇവന്റ്സും ആക്ടിവിറ്റീസും ഒക്കെ ഇവന്റ്സും ആക്ടിവിറ്റീസും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് വഴി കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്കൂൾ കമ്മ്യൂണിറ്റിയുമായിട്ട് എല്ലാവരെയും കണക്ട് ചെയ്യുകയും ഇൻവോൾവ് ആക്കുകയും ചെയ്യുന്നു. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ദി സ്കൂൾ ക്യാൻ ബിക്കം എ കമ്മ്യൂണിറ്റി റിസോഴ്സ് ബൈ ലെറ്റിംഗ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് യൂസ് സ്കൂൾ ഫെസിലിറ്റീസ്. കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് സ്കൂൾ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക എന്നൊക്കെ വഴി. പിന്നെ ഹോസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഇവന്റ്, ഹെൽത്ത് ഫെയർ, ജോബ് ഫെയർ പോലുള്ള കമ്മ്യൂണിറ്റി ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യുന്നത് വഴിയും ഓഫറിംഗ് അഡൽട്ട് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ഓർ വർക്ക്ഷോപ്പ്, ഈ സാക്ഷരതാ ക്ലാസ് പോലുള്ള ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് വഴി സ്കൂളിനൊരു കമ്മ്യൂണിറ്റി റിസോഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ദി സ്കൂൾ ക്യാൻ ഹോസ്റ്റ് ഇവന്റ്സ് ആൻഡ് പ്രോഗ്രാംസ് വെയർ പേരൻസ് ആൻഡ് സ്റ്റുഡൻസ് ക്യാൻ മീറ്റ്. കുട്ടികളും പേരൻസും കുട്ടികളും മീറ്റ് ചെയ്ത് ഒരു ഇന്ററാക്ട് ചെയ്യുന്ന പോലത്തെ ഇവന്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് വഴി ഒരു കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ദി സ്കൂൾ കാൻ ഹെൽപ്പ് ന്യൂ മൈഗ്രന്റ് ഫാമിലീസ്. മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ഫാമിലിയെ സ്കൂൾസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ബൈ ഇൻട്രൊഡ്യൂസിങ് ദം ടു ലോക്കൽ സർവീസസ് ആൻഡ് കൾച്ചർ. അവർക്ക് നമ്മുടെ ലോക്കൽ സർവീസസും കൾച്ചറും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി. ലോക്കൽ സർവീസ് എന്ന് പറയുമ്പം എസെൻഷ്യൽ ഫെസിലിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ അവൈലബിൾ ഇൻ ഏരിയ. ആ ഒരു ഏരിയയിലുള്ള എസെൻഷ്യൽ ഫെസിലിറ്റീസും ഓർഗനൈസേഷൻസും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് സെന്റർ, ഹോസ്പിറ്റൽ, സ്കൂൾ അങ്ങനെയുള്ള അത്യാവശ്യ ഓർഗനൈസേഷൻസ് ഒക്കെ അവരെ എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ആയിരിക്കും നമ്മളുമായിട്ട് ഇതാക്കാൻ. പിന്നെ കണക്റ്റിംഗ് ദം വിത്ത് ലോക്കൽ ഫാമിലീസ് ആൻഡ് റിസോഴ്സസ്. ലോക്കൽ ഫാമിലീസ് എന്ന് പറയുമ്പം ഫാമിലീസ് ഹു ലീവ് ഇൻ ദി സെയിം ഏരിയ ഓർ കമ്മ്യൂണിറ്റി. ആ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വഴി അവർക്ക് കുറച്ചുകൂടെ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഹോസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഇവന്റ്സ്. കമ്മ്യൂണിറ്റി ഇവന്റ്സ് എന്ന് പറയുമ്പം ഗ്യാതറിങ്സ്, ഈ ഒത്തുചേരൽ ഒക്കെ അങ്ങനെ പരിപാടിയൊക്കെ വെക്കുമ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവർക്ക് ഒന്നും കൂടെ നമ്മളുമായിട്ട് ഒരു കണക്ഷൻ വരും. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, inviting the broader community to school functions can help build connections and show students that the community cares about their education. ഈ സ്കൂളുള്ള പരിപാടിക്ക് പുറത്തു നിന്ന് ആൾക്കാരെ ക്ഷണിക്കുന്നത് വഴി സ്കൂൾ കണക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ നമ്മുടെ കമ്മ്യൂണിറ്റി അവരുടെ എഡ്യൂക്കേഷനിൽ കെയർ ചെയ്യുന്നുള്ളതും അവരെ കാണിക്കാൻ പറ്റും. Next point, local groups can help schools by mentoring students, speaking to classes by providing career guidance. ലോക്കൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പം ഈ ക്ലബ്ബ് പോലുള്ള സ്കൂളിൽ വന്ന് സ്റ്റുഡൻസിനെ മെന്റർ ചെയ്യുക. മെന്ററിംഗ് എന്ന് വെച്ചാൽ അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുക, ഇപ്പൊ ഗൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവരുടെ അക്കാദമിക് പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരെ ഗൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് മെന്ററിംഗ് എന്ന് പറയുന്നത്. പിന്നെ ദിസ് ബിൽഡ് കണക്ഷൻസ് ആൻഡ് ഗീവ് സ്റ്റുഡൻസ് റിയൽ ലൈഫ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഇങ്ങനെ വന്ന് ക്ലാസ് എടുക്കുന്നത് വഴി അവർക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിന് റിയൽ ലൈഫ് ലേണിംഗ് എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, collaboratively develop community-driven programs that assist to renovate and maintain indigenous languages and cultures. It means that working together with the community to create programs that help preserve and promote their languages and culture. കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് വഴി ചെയ്യണം. നമ്മുടെ ലാംഗ്വേജും നമ്മുടെ കൾച്ചറും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും
റെനോവേറ്റ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കണം കണ്ടക്ട് ചെയ്യുന്നത്. ലൈക്ക് ടീച്ചിങ് ആൻഡ് ഡോക്യുമെന്റിംഗ് ലാംഗ്വേജസ്, supporting cultural traditions and practices. Next point, create connections with the local health and welfare services to simplify access to such support for the school community members. It means that building relationship with the local health and welfare organizations to make it easier for students, teachers, and families to get support when they need it. ഈ ലോക്കൽ ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ അതിപ്പോൾ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും പെട്ടെന്ന് ഒരു സപ്പോർട്ട് വേണ്ടി വന്നാൽ നമുക്കത് ഇതാക്കാൻ പറ്റും. പിന്നെ ഡെവലപ്പ് പാർട്ടിസിപ്പേറ്ററി ആൻഡ് broad approaches to the design values of linked education across. ഡിഫറെന്റ് സബ്ജക്ട്സിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും കുട്ടികളെ ഹോണസ്റ്റി, റെസ്പെക്ട്, കൈൻഡ്നെസ് തുടങ്ങിയ വാല്യൂസ് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. ഞാൻ കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, കൺക്ലൂഡ് ചെയ്തു. Building community and identity requires effort, intention, and dedication. But the rewards are well worth it by fostering connections, promoting inclusivity, and embodying values. You can create a thriving community that brings people together and makes a positive impact. Thank you. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? അശ്മി. Yes, ma'am. പ്രസന്റ് ചെയ്തോ കേട്ടോ. റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി. Okay, ma'am. Good afternoon, Abarna ma'am, and all my dear friends. I'm Ashmi Jason from MT 10th batch. I'm here to take a seminar on the topic recognizing the role of the family in school partnership. Without wasting the time, let's move to the topic. Ma'am, ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടേ. ചെയ്തോ കേട്ടോ. കാണുന്നുണ്ടോ മാം? മാം കാണുന്നുണ്ടോ? കുഴപ്പമില്ല, കാണാം കേട്ടോ. അത് Okay. ഓരോ ഇതെടുത്ത് നോക്കാൻ പറ്റുമോ? ഒരു സ്ലൈഡ് ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുമോടാ? ഒരു സ്ലൈഡ് ആണോ? ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല മാം. ആണല്ലേ? ഓക്കെ, വെൽക്കം ടോപ്പിക്. കുറച്ചുകൂടി സൂം ആക്കാൻ പറ്റുമോ നോക്കി? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. Okay. So welcome topic recognizing the role of the family in school partnership. Introduction. Recognizing the role of family in school partnership involves valuing parents as a child's first educators and active partners in the learning process. This partnership improves academic outcomes, social emotional development, and a student's sense of belonging by fostering open communication, mutual respect, and shared goals between families and the school. A strong home-school partnership can be built through collaboration, shared best practices, and support systems that help families better advocate for and support their child needs. നമുക്കറിയാം, ഒരു കുട്ടിയുടെ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 എൻവയോൺമെന്റ് ആണ്. ആദ്യത്തെ ഫാമിലി, സെക്കൻഡ് സ്കൂൾ, തേർഡ് നമുക്ക് സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പോൾ ഒരു ആദ്യമായിട്ട് ഒരു കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, കുട്ടിയുടെ പഠനത്തെ ആയാലും അതുപോലെ തന്നെ കുട്ടിയുടെ ബിഹേവിയർ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫാമിലിയാണ്. ഒരു ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പോ ആ ഫാമിലി എന്ന് പറയുന്ന പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ്, ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ ഒരു ഫസ്റ്റ് എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ഒരു ആദ്യത്തെ പഠനത്തിനുള്ള ജിജ്ഞാസ, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് പങ്ക് വഹിക്കുന്നത് ഫാമിലിയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ
ഒരു സിനിമ, ഹിന്ദി സിനിമ താരെ സെമീൻ പർ എന്ന് പറഞ്ഞ സിനിമ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ ആ ഒരു കുട്ടിക്ക് ഒരു ഡിസബിലിറ്റി ഉണ്ട്. ആ കുട്ടി 3 തിരിച്ച് ചെയ്ത് ആ കുട്ടിയുടെ ഷൂസ് മാറി 2 കാല് മാറി മാറി ഇടാം. പക്ഷെ ആ കുട്ടിയുടെ ആ ഒരു ഡിസബിലിറ്റി ആ ഫാമിലിക്ക് ആദ്യം റെക്കഗ്നൈസ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ പിന്നീട് അമീർ ഖാൻ വന്നിട്ടാണ് ആ കുട്ടിയുടെ ആ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ കുട്ടീനെ കറക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഫസ്റ്റ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നതും ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്ന ഫാമിലി ആയിരുന്നു. പക്ഷെ നേരെ തിരിച്ച് സ്കൂളിൽ ചെന്നപ്പോ അമീർ ഖാനാണ് അത് ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ എപ്പോഴും നമ്മുടെ ഫാമിലി ആയിരിക്കണം ഫസ്റ്റ് ഒരു ബേസ് എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഫസ്റ്റ് ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പോലെ ആക്ട് ചെയ്യേണ്ടത് ഫാമിലിയാണ്. ഇങ്ങനെ ഫാമിലി എഡ്യൂക്കേറ്റ് ചെയ്താലാണ് ഒരു കുട്ടിയുടെ അക്കാഡമിക് ഇപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു പാരന്റും ചൈൽഡും തമ്മിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒരു കുട്ടിയും അതുപോലെ പാരന്റ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മെയിൻ ആയിട്ട് ലേണിംഗ് അക്കാഡമിക് ഔട്ട്കംസ് ഒക്കെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ ഇമോഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആ കുട്ടിക്ക് തന്നെ ഒരു ഫീൽ വരാണ്, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, എനിക്ക് ആരും ഉണ്ട്, അതല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിട്ട് സപ്പോർട്ട് ആയിട്ട് ഒരാളുണ്ട്, അങ്ങനെയൊക്കെ ഫീൽ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഫാമിലിയും ആ കുട്ടിയും തമ്മിൽ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സെൽഫ് ഓഫ് ബിലോങ്ങിങ് ഒക്കെ അതുപോലെ മോട്ടിവേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്കൂളും ഹോമും തമ്മിൽ, അതായത് ഫാമിലിയും സ്കൂളും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു സഹകരണത്തോടു കൂടി, അതുപോലെ തന്നെ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി സ്കൂൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായാലാണ് കുട്ടിയുടെ ഒരു നീഡ്സ് എന്താണെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ മെയിൻ ആയിട്ട് ഫസ്റ്റ് റോൾ ഓഫ് ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ ഫാമിലിനെ പോലെ തന്നെ സെക്കൻഡ് വരുന്നതാണ് സ്കൂൾ. അപ്പൊ സ്കൂളും ഫാമിലിയും തമ്മിലിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായാലാണ് ഒരു കുട്ടിയുടെ മെയിൻ ആയിട്ടുള്ള അക്കാഡമിക് ഔട്ട്കംസ് ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനും ബെറ്റർ ആയിട്ട് ഒരു അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ ചെയ്യാനും അതുപോലെ ആ കുട്ടിയുടെ മോട്ടിവേഷൻ, സെൽഫ് കോൺഫിഡൻസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ആണ് വൈ ഫാമിലി ഈസ് എ കീ പാർട്ട്ണർ. എന്തുകൊണ്ടാണ് ഫാമിലി എന്ന് പറയുന്നത് ഒരു കീ പാർട്ട്ണർ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനായിട്ട് പോകുന്നത്? ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് influential educators. Families provide the initial environment where values, beliefs and initial behaviors are shaped. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുട്ടി ആദ്യം തന്നെ ഒരു കാര്യം പഠിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിലീഫ്സ്, വാല്യൂസ് ഇതൊക്കെ ആദ്യം പഠിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. നമ്മുടെ പാരന്റ്സ് നിന്നാവാം, ഗ്രാൻഡ് പാരന്റ്സ് നിന്നാവും. എങ്ങനെ ആ കുട്ടിയുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബിഹേവിയറിന്റെ ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ആയിട്ട് ഉണ്ടാവുന്നത് ഫാമിലിയാണ്. അപ്പൊ ഫാമിലി നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് ആ കുട്ടിയുടെ ബിഹേവിയർ നല്ല രീതിയിലൊക്കെ ഷേപ്പ് ആവും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഒരു എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. സെക്കൻഡ് വൺ, academic success. When parents are actively involved, children are more likely to perform well academically, display positive behavior and develop strong social skills. അതായത് ഇപ്പൊ പാരന്റ്സ് ആക്റ്റീവിലായിട്ട്, അതായത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഫാദറിനും ജോലിയുണ്ട്, മദറിനും ജോലിയുണ്ട്. അപ്പൊ രണ്ട് കൂട്ടരും ബിസിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടുപേരും ബിസിയാണ്. അവരുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ പല രീതിയിൽ അത് ഡീവിയേറ്റഡ് ആയിട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ എപ്പോഴും പാരന്റ്സ് കുട്ടികളുടെ കൂടെ ആക്റ്റീവിലായിട്ട്, അതായത് അവരുടെ ഓരോ പഠന ലേണിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയാലാണ് ആ കുട്ടിക്ക് തന്നെ നന്നായി പെർഫോം ചെയ്യാനും, അതായത് ആ കുട്ടീനെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലെങ്കിൽ ഫസ്റ്റ് ഫാമിലി എന്നാ വരുന്നത്. ഫാമിലി തന്നെ ആ കുട്ടീനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്ക് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ പാരന്റ്സ് നല്ല രീതിയിൽ ആക്റ്റീവിലായിട്ട് ആ കുട്ടിയുടെ ഓരോ സ്റ്റേജിലും ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നന്നായിട്ട് ബിഹേവിയർ കുട്ടിക്ക് നല്ല പോസിറ്റീവ് ബിഹേവിയർ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ലേണിംഗ് ഔട്ട്കംസ്, നന്നായിട്ട് ബെറ്റർ അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടൊക്കെ സാധിക്കും. അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള സ്കിൽസ്, സൊസൈറ്റി ആയിട്ടൊക്കെ ഉള്ള ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ മെയിൻ ആയിട്ട് പാരന്റ്സ് എപ്പോഴും കുട്ടിയുടെ ഓരോ സ്റ്റേജിലും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരിക്കണം. തേർഡ് വൺ, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്. Parental involvement helps students develop a sense of belonging, motivation and self-confidence. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ്, ആ കുട്ടിയുടെ ഇതിലുള്ള ഇൻവോൾവ്മെന്റ്, ആ കുട്ടീനെ ശ്രദ്ധിക്കാൻ ആരും ഇല്ല. ഇപ്പൊ ഒരു കുട്ടി എത്ര മാർക്ക് വാങ്ങിച്ചു, ഇതൊന്നും ഒരു പാരന്റ് ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീക്ക് പോയിന്റ്സ് എന്താണ്, സ്ട്രോങ് പോയിന്റ്സ് എന്താണ്, ഇതൊന്നും ആ ഒരു പാരന്റിന് അറിയില്ലെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ ഇമോഷൻസിനെയും നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു പാരന്റ് ആ കുട്ടിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ
ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഒരാളുണ്ട് കൂടെ എന്നെ ശ്രദ്ധിക്കാനായിട്ട്, എൻ്റെ പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഓരോ ഘട്ടത്തിൽ എൻ്റെ ഓരോ നല്ല സ്റ്റേജിലും എൻ്റെ പാരന്റ്സ് കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി തന്നെ ഒരു മോട്ടിവേറ്റഡ് ആവും. അതുപോലെ തന്നെ ആത്മവിശ്വാസം കൂടാനായിട്ടൊക്കെ സഹായിക്കും. അപ്പൊ ഫാമിലിയിൽ മെയിൻ ആയിട്ട് പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് എപ്പോഴും കൂടുതലാണ്. അടുത്തതാണ് ഹോളിസ്റ്റിക് സപ്പോർട്ട്. എ പാർട്ട്ണർഷിപ്പ് എൻഷുർ ദാറ്റ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സ്കിൽസ് കണ്ടിന്യൂ ബോത്ത് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. അതായത് ഇത് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പിൽ മെയിൻ ആയിട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ട്, അതുപോലെ സോഷ്യൽ സ്കിൽസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്നും ആവശ്യമാണ്. ഫസ്റ്റ് ഹോമാണ്, ഫാമിലിയാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു ബേസിക് ആയിട്ട് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്കൂൾ. ഈ രണ്ട് സ്ഥലത്തു നിന്ന് കുട്ടിക്ക് രണ്ട് കൂട്ടരും ഇതായാലാണ് മോസ്റ്റ്ലി ഒരു ഇമോഷണൽ സപ്പോർട്ട് ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തതാണ് increased student motivation. When families are involved, students are more likely to be motivated and engaged in their learning. പറഞ്ഞ പോലൊക്കെ തന്നെയാണ്, ഫാമിലീസ് ഇൻവോൾവ് ആയാലാണ് സ്റ്റുഡൻസിനും എന്താ പറയുക അവർ സ്വയം മോട്ടിവേറ്റഡ് ആവുള്ളൂ. അവർക്ക് പഠിക്കാനായാലും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട്, പാട്ട് പാടാനോ സ്പോർട്സോ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഫാമിലി സപ്പോർട്ടും കൂടി ഉണ്ടായാലാണ് അവർക്ക് അതിലൊന്നും കൂടിയും അതില് മുന്നേറാനും അതുപോലെ തന്നെ ഒന്നും കൂടി ഒരു പ്രോത്സാഹനം പോലൊക്കെ കിട്ടിയാൽ മാത്രമാണ് ആ കുട്ടിക്ക് മെയിൻ ആയിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ഒക്കെ ആവാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തതാണ് വേസ് ടു ഫോസ്റ്റർ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്. എങ്ങനെയാണ് സ്കൂൾ പാർട്ട്ണർഷിപ്പിൽ, അതായത് എങ്ങനെയാണ് ഒരു ഫാമിലിനെ എങ്ങനെയാണ് ഒന്ന് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതാണ് വേസ് ടു ഫോസ്റ്റർ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്. ഫസ്റ്റ് വൺ, ഓപ്പൺ ആൻഡ് കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ. Keep families informed about their child's progress, school events and volunteer opportunities. അതായത് നമുക്കറിയാം സ്കൂളും ഫാമിലിയും തമ്മിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സും ഒരു കുട്ടിയുടെ പാരന്റും തമ്മിൽ ഒരു പ്രോപ്പർ ആയ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഓപ്പൺ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അനിവാര്യമാണ്. ഇപ്പൊ കുട്ടിക്ക് എത്ര മാർക്ക്, അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും വീക്കാണ്, ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇതൊക്കെ ടീച്ചേഴ്സും കൂടെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, പാരന്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും പ്രോപ്പർ ആയ ഒരു കമ്മ്യൂണിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തായാലും ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് അവിടെ ഒരു കുട്ടിയുടെ ആ ഒരു ഔട്ട്കമ്മിന് കൂട്ടാനായിട്ടൊക്കെ സഹായിക്കത്തുള്ളൂ. അപ്പോ ഇപ്പൊ ഇമെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ കോൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫേസ് ടു ഫേസ്, എങ്ങനെയാണെങ്കിലും ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ്, ഒരു കുട്ടിയുടെ പ്രോഗ്രസ്, ആ കുട്ടി ഇപ്പൊ ആദ്യം വീക്കാണ്, അപ്പൊ ആദ്യം ആ ടീച്ചർ പാരന്റിനെ വിളിച്ച് പറയാണ് കുട്ടീന്റെ ഇതിലേക്ക് വീക്കാണ്, അപ്പൊ പാരന്റ് ഒന്നും കൂടി ശ്രദ്ധിക്കാണ് ആ കുട്ടീനെ, അപ്പൊ ഒന്നും കൂടിയും ആ കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഓരോ സ്റ്റേജിൽ ഒന്നും കൂടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇമ്പ്രൂവ് ആയിരിക്കാം. അപ്പൊ ഓരോ കുട്ടിയുടെ ഓരോ സ്റ്റേജും ചൈൽഡിന്റെ ഓരോ പ്രോഗ്രസ്സും കാര്യങ്ങളും ടീച്ചേഴ്സ് പാരന്റ്സ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടായിരിക്കണം. അടുത്തതാണ് പാരന്റ് ടീച്ചർ കോൺഫറൻസ്. ഹോൾഡ് റെഗുലർ കോൺഫറൻസസ് ടു ഡിസ്കസ് സ്റ്റുഡന്റ് പ്രോഗ്രസ് ആൻഡ് ഇൻവോൾവ് ഫാമിലി ഇൻ ഗോൾ സെറ്റിംഗ്. അതായത് ടീച്ചേഴ്സും ഫാമിലീസും തമ്മിൽ അല്ലെങ്കിൽ പാരന്റ്സ് തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോൺഫറൻസ്, നേരത്തെ പറഞ്ഞു ഒന്നെങ്കിൽ ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോം വീഡിയോ കോൺഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നേരിട്ട് ചെന്നിട്ട് പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, കോൺഫറൻസ് ചെയ്യാം. അതായത് സ്റ്റുഡന്റിന്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഗോൾസ് സെറ്റ് ചെയ്യാം, കുട്ടിക്ക് ലേണിംഗ് ഔട്ട്കംസ് കൂടുതൽ അക്കാഡമിക് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും കാര്യത്തിൽ വീക്ക് ആണെങ്കിൽ, ആ മാത്സിനൊക്കെ വീക്ക് ആണെങ്കിൽ ആ മാത്സ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ സയൻസിന് എക്സ്പെർട്ട് ആണ് പക്ഷെ ആ കുട്ടി മാത്സിന് വീക്കാണ്, അപ്പൊ ഏതൊക്കെ രീതിയിൽ ആ കുട്ടീനെ വേറെ പുതിയ ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ ടീച്ചിങ് മെത്തേഡ്സ് ചെയ്യണോ, ഫാമിലീസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് വേണമെങ്കിൽ ഒരു അഡ്വൈസ് പോലെ ഫാമിലിക്ക് കൊടുക്കാം, ഫാമിലിക്ക് അത് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അപ്പോ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീറ്റിംഗ്സ് അല്ലെങ്കിൽ കോൺഫറൻസസ് ഒക്കെ അറേഞ്ച് ചെയ്യുക. തേർഡ് വൺ, വോളണ്ടിയർ ഓപ്പർച്യൂണിറ്റീസ്. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫാമിലീസ് ടു വോളണ്ടിയർ ഇൻ ദ ക്ലാസ് റൂം, സ്കൂൾസ് ഓർ അറ്റ് ഈവൻസ്. അതായത് ഇപ്പൊ സ്കൂളിൽ നടക്കുന്ന ഓരോ ഇപ്പൊ പാരന്റ്സ് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ സൈൻ ചെയ്യാൻ അങ്ങനത്തെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ വേറെ എന്തെങ്കിലും സ്കൂൾ ഈവൻസ്, ഇപ്പൊ ആനുവൽ ഡേ അല്ലെങ്കിൽ സ്പോർട്സ് ഈവൻസ്, ഇങ്ങനത്തെ ഈവൻസ് വരുമ്പോൾ ഫാമിലിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.
പ്രോഗ്രസ് റിപ്പോർട്ട് എന്തായാലും ഫാമിലീസ് വരും, അല്ലെങ്കിൽ സ്പോർട്സിനൊന്നും ചിലപ്പോൾ ചില സ്കൂളിലൊന്നും അങ്ങനെ പാരന്റ്സ് ഒക്കെ വരാറില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഈവെന്റ്സ്, സ്കൂൾ ഈവെന്റ്സും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ഫാമിലീസിന് അല്ലെങ്കിൽ പാരന്റ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക പങ്കെടുക്കാനും അവരുടെ കുട്ടികളുടെ ആ ഒരു നേട്ടത്തെ അല്ലെങ്കിൽ അവരുടെ കുട്ടി കഴിവ് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ വിലയിരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുക ഫാമിലിക്ക് അല്ലെങ്കിൽ പാരന്റ്സിന്, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അടുത്തതാണ് വർക്ക്ഷോപ്പ് ആൻഡ് സെമിനാർസ്. Offer workshop and seminar on topics relevant to families such as child development, parenting strategies and academic support. ഇപ്പൊ നമുക്കറിയാം ചില സ്കൂളിലൊക്കെ ഇപ്പോ 9th 10th ഒക്കെ ക്ലാസ്സിന് സ്റ്റുഡൻസിന് സ്കൂളിൽ കുറെ സെമിനാർസ് അല്ലെങ്കിൽ മാത്സിന്റെ ട്രിക്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളെ കൊണ്ട് ക്ലാസ് ഒക്കെ ഇടിപ്പിക്കും സ്റ്റുഡൻസിന്. അതുപോലെ തന്നെ ചില സ്കൂളിൽ പാരന്റ്സിന് വർക്ക്ഷോപ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സെമിനാർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴോ ഒക്കെ ഒരു വർക്ക്ഷോപ്പ് പോലെ എങ്ങനെയാണ് കുട്ടീനെ വളർത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പാരന്റിങ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ കുട്ടിയുടെ ലേണിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്. ഇപ്പൊ എല്ലാ പാരന്റ്സും ഈക്വലി ആയിരിക്കണം എന്നില്ല. അപ്പൊ ചിലവർക്ക് ലിറ്ററസി ഇത്തിരി കൂടുതലായിരിക്കും, ചിലവർ അത്രയും പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കാം. അപ്പൊ കോമൺ ആയിട്ട് എങ്ങനെയാണ് ഒരു പാരന്റിങ്, എങ്ങനെയാണ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെ ഒരു അക്കാഡമിക് സപ്പോർട്ട് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ ഒരു സെമിനാറോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പോ ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ നല്ലതായിരിക്കും. നമ്മള് തന്മാത്ര സിനിമയിലെ ഒരു സീൻ കണ്ടിട്ടുണ്ട്, സ്കൂളില് മോഹൻലാൽ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് വേർഡ്സ് ഇങ്ങനെ പറയും, പക്ഷെ ആദ്യം കുറച്ച് പാരന്റ്സിനെ വിളിക്കുന്നവർക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ മോഹൻലാൽ ഒരു ടെക്നിക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, ഇന്നത് പറഞ്ഞ് വിഷ്വലൈസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ ആ ഒരു പാരന്റിന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതില് ഒരു ക്ലാസ് പോലെ പാരന്റ്സിന്റെ ഒരു മീറ്റിംഗിൽ പാരന്റ്സ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷെ അതിലൊരു സെമിനാർ പോലെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഒരു ടെക്നിക്ക് പോലെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ സെമിനാർസ് വർക്ക്ഷോപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ പാരന്റ്സിന് പ്രൊവൈഡ് ചെയ്താൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തതാണ് ബിൽഡിംഗ് ട്രസ്റ്റ്. A strong partnership requires intentional effort to build relational trust and mutual respect between families and school staff. അതായത് ഫാമിലീസും സ്കൂൾ സ്റ്റാഫ് ടീച്ചേഴ്സും തമ്മിൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ട്രസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. റിലേഷൻ, ലോങ് ടേം റിലേഷൻഷിപ്പുകൾ എന്തായാലും ഉണ്ടായിരിക്കണം. അവിടെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ രണ്ട് കൂട്ടരും, ഫാമിലി ആയാലും സ്കൂൾ സ്റ്റാഫ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ ബിൽഡപ്പ് ചെയ്യണം, എന്നാൽ അവിടെ മാത്രമേ അവിടെ ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അടുത്തതാണ് encouraging family involvement. Create opportunities for families to engage with the school in meaningful ways, which can include volunteering, attending school events or participating in decision making process. നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സ്കൂളിൽ എന്തെങ്കിലും മീറ്റിംഗ്സ് വരുമ്പോ അല്ലെങ്കിൽ ഫാമിലിനും കൂടി എൻഗേജ് ചെയ്യാം. സ്റ്റുഡൻസിന്റെ ഓരോ ആനുവൽ ഡേക്കൊക്കെ പാരന്റ്സ്, പക്ഷെ വേറെ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പാരന്റ്സ് റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് പാരന്റ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അവരെ എൻഗേജ് ചെയ്യാനായിട്ട്, അവർ സ്കൂളിലേക്ക് എൻഗേജ് ചെയ്യാനായിട്ട് അവരോട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ കുട്ടികളുടെ ഓരോ അവരുടെ കഴിവ്, ടാലന്റ് ഷോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനും അതൊക്കെ വിലയിരുത്താനും ഒക്കെ അവർക്ക് കൂടി ഒരു ഓപ്പർച്യൂണിറ്റി, ഓരോ സ്കൂൾ ഇവന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് പാരന്റ്സിനും കൂടി അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്കും കൂടി ഒരു സ്പേസ് കൊടുക്കുക. അതാണ് എൻകറേജിങ് ഫാമിലി ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ജോയിനിങ് പാരന്റ് ടീച്ചർ അസോസിയേഷൻ, അതായത് PTA or school advisory committees gives parents a voice in shaping school policies and initiatives, ensuring their perspectives are heard. അതായത് PTA മീറ്റിംഗ് കാര്യങ്ങൾ, ഇപ്പൊ ചില പാരന്റ്സ് PTA മീറ്റിംഗിൽ അംഗങ്ങളായിരിക്കാം, അതിലെ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കാം PTA മീറ്റിംഗിലെ, അല്ലെങ്കിൽ ചിലപ്പോൾ അഡ്വൈസറി എന്തെങ്കിലും ഒരു അഡ്വൈസറി കമ്മിറ്റീസ് ഉണ്ടെങ്കിൽ പാരന്റ്സിനെയും കൂടി ഇൻക്ലൂഡ് ആക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അവർക്ക് എന്തെങ്കിലും സജഷൻസോ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ആ ടീച്ചിങ് മെത്തേഡിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണം എന്ന് പാരന്റ്സിന് തോന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ്, കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് തുറന്ന് പറയാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതുപോലെ ഒരു ഡിസിഷൻ മേക്കിംഗ് കൊടുക്കുകയാണെങ്കിൽ. ഇപ്പൊ PTA മീറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിലൊക്കെ പാരന്റ്സിന് അവരുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഫാമിലീസിനെയും കൂടി ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സ്കൂളിൽ നടക്കുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റിയിലൊക്കെ പങ്കെടുപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കാം. നെക്സ്റ്റ്, കൺക്ലൂഷൻ.
Engaging parents in school activities is a collaborative effort that benefits students, parents, and educators alike. By fostering open communication, mutual respect, and shared goals, schools and parents can create a nurturing environment that supports student success. This partnership not only enhance academic outcomes but also strengthen the emotional and social fabric of the school community. മെയിൻ ആയിട്ട് പറയുന്ന പോലെ തന്നെ പാരന്റ്സിനെ സ്കൂൾ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത് അവരും കൂടി ഇൻവോൾവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെറ്റർ കുട്ടികളുടെ ലേണിംഗ് ഔട്ട്കംസ് അതുപോലെ ബെറ്റർ അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കും. അതുപോലെ തന്നെ സ്കൂളും ഫാമിലിയും തമ്മിലൊരു സഹകരണ മനോഭാവത്തോടു കൂടി പോവുകയാണെങ്കിൽ അത് മൂന്ന് കൂട്ടരെയും ഹെൽപ്പ് ചെയ്യും. സ്റ്റുഡൻസിനും ഹെൽപ്പ് ചെയ്യും, പാരന്റ്സിനും ഹെൽപ്പ് ചെയ്യും, അതുപോലെ കുട്ടികൾ ടീച്ചേഴ്സിനും ഹെൽപ്പ് ചെയ്യും. ബൈ ഫോസ്റ്ററിങ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഷെയർഡ് ഗോൾസ്. അതായത് ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ടീച്ചറും കുട്ടിയും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, ടീച്ചറും പാരന്റ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, പാരന്റ്സും കുട്ടികളും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇപ്പൊ ചില ഫാമിലീസിൽ ചില ഫാദേഴ്സ് ചിലപ്പോൾ കുട്ടികളോട് സംസാരിക്കില്ല. അപ്പൊ അതിൻ്റെതായ കുഴപ്പം കുട്ടികളിൽ മെയിൻ ആയിട്ട് വരാനായിട്ട് അത് കുട്ടിയുടെ പഠനത്തെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ ഫാമിലി എപ്പോഴും ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കണം. ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പാരന്റ്സിൻ്റെതായ സപ്പോർട്ട് ഇല്ലാണ്ട് ചില കുട്ടികളൊക്കെ വളരുന്നത്. അതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും കുട്ടിയുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യാം, അക്കാഡമിക് രീതിയിൽ അഫക്റ്റ് ചെയ്യാം, സോഷ്യൽ സ്കിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യാം. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് അതുപോലെ തന്നെ മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഒക്കെ ഉണ്ടായാലാണ് ഒരു നല്ലൊരു എൻവയോൺമെന്റ് ആ കുട്ടിയുടെ സക്സസിന് വേണ്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ കരിയറിന് ലേണിംഗ് ഔട്ട്കംസ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ മൊത്തത്തിലൊരു കമ്മ്യൂണിക്കേഷൻസ് എന്തായാലും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നല്ലൊരു ലേണിംഗ് ഔട്ട്കംസ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ ഫാമിലിയും വേണം, അതുപോലെ ഫാമിലിയും സ്കൂൾസ് തമ്മിൽ മെയിൻ ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കാൻ വേണം. സ്കൂൾസ് ടീച്ചേഴ്സ് എന്തായാലും പാരന്റ്സ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ആ കുട്ടിയുടെ പ്രോഗ്രസ് എന്താണ് ആ കുട്ടിയുടെ ഓരോ സ്റ്റേജിൽ ആ കുട്ടിയെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അതോ അണ്ടർ ഡെവലപ്മെന്റ് ആണോ, ഇതൊക്കെ ഓരോ സ്റ്റേജസും ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് പാരന്റ്സിനെ വിളിച്ചറിയിക്കുക. അതേപോലെ പാരന്റ്സും ആ കുട്ടി വീട്ടിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചും അങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള സ്കൂൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ലേണിംഗ് ഔട്ട്കംസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വെക്കാം കേട്ടോ. ഓക്കെ അശ്വിൻ. ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് വേഗം ക്ലാസ് വൈൻഡപ്പ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാല് പോർഷൻ ആരും മിസ്റ്റേക്കിലി സെലക്ട് ചെയ്യരുത്. നമ്മൾ ആദ്യം മെയിൻ പോർഷൻ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള പോർഷൻസ് ആ ഒരു സെഷനിലാണ് നമുക്ക് എന്ത് വരുന്നത്, സെമിനാർ എടുക്കാനുള്ളത്. ഇപ്പോ നെക്സ്റ്റ് വീക്ക് ഞാൻ സെമിനാർ മൺഡേ എടുക്കില്ല, ബുധനാഴ്ച ആയിരിക്കും ഞാൻ നെക്സ്റ്റ് വീക്ക് ക്ലാസ്. ഈ ആഴ്ച മുതൽ നിങ്ങൾക്ക് ബുധനാഴ്ചയും ക്ലാസ് ഉണ്ടായിരിക്കും അല്ലെ? ബുധനാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ലീവ് ആയിരുന്നു അല്ലെ? ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ പി ജിയുടെ. നമ്മുടെ പോർഷൻസ് തീരാറായിട്ടുണ്ട്. സോ അതുകൊണ്ട് പോർഷൻസ് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് നമ്മൾ ബുധനാഴ്ചയും കൂടി ക്ലാസ് വെക്കുന്നുണ്ട്. സോ അപ്പൊ പെട്ടെന്ന് നമുക്ക് പോർഷൻസ് തീരാൻ പറ്റും. നെക്സ്റ്റ് വീക്ക് ഞാൻ ബുധനാഴ്ച സെമിനാറിനുള്ള ടൈം തരാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ ഈ ബുധനാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കും. അതൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളോട് ഞാൻ പാസ് ചെയ്യാം കേട്ടോ. ഇപ്പാക്കരുത്, എല്ലാവരും മാക്സിമം ക്ലാസ്സിൽ കയറാൻ നോക്കുക. പോർഷൻസ് ഒക്കെ വേഗം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു.